പൊയ്ക്കോളാൻ പറഞ്ഞു. കാരണം ഇവൻ ഗിബയോൻ നിവാസികളെ തകർത്തിട്ട് പിന്നെ ഇവരെങ്ങോട്ട് വരും? ഇസ്രായേലിന്റെ നേരെ വരും. അപ്പോൾ ഇവൻ ഇങ്ങോട്ട് വരുന്നതിന് മുൻപ് നീ എന്ത് ചെയ്യണം? നീ അങ്ങോട്ട് കയറി അടിച്ചോളാൻ ആര് പറഞ്ഞു? യഹോവയാം ദൈവം ആരോട് പറഞ്ഞു? ജോഷുവയോടും ഇസ്രായേൽ മക്കളോടും പറഞ്ഞു. അപ്പോൾ ഇവര് അങ്ങോട്ട് അടിക്കാനായിട്ട് ചെന്നു. ഓർക്കുക, എത്ര പേരാ ഇതുവരെ ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം ഓരോരോ ജാതികളോട് അവർ യുദ്ധം ചെയ്തത്. ഇവിടെ 5 രാജാക്കന്മാരെ നിരന്നു വരും. എന്ന് വെച്ചാൽ ചുറ്റും വളഞ്ഞിരിക്കുക. ഇസ്രായേലിനെയും ഗിബയോൻ നിവാസികളെയും വളഞ്ഞിരിക്കുക, ചുറ്റും വളഞ്ഞു വരികയാണ്. അപ്പോൾ എന്താ ചെയ്തതെന്ന് അറിയാമോ? ഇവർ യുദ്ധം ചെയ്തു അല്ലേ? യുദ്ധം ചെയ്ത് ഇവരവരെ ഇങ്ങനെ തോപ്പിച്ച് വരിക. പക്ഷേ ഇത് പൊക്കത്തിലിരുന്ന് ആര് കാണുന്നുണ്ട്? ദൈവം കാണുന്നുണ്ട്. ദൈവത്തിനറിയാം ഇവരൊറ്റ ഒരു ജാതിയോട് യുദ്ധം ചെയ്ത് ഇവർക്ക് എന്തുള്ളൂ? ഇവർക്ക് എന്താ പറയുക, പരിചയമുള്ളൂ. പക്ഷേ ഈ 5 എണ്ണത്തിനോട് ഒന്നിച്ച് യുദ്ധം ചെയ്യുമ്പോൾ ഇവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഓർക്കുക, നിനക്കെതിരെ കൂട്ടം കൂടി ചുറ്റും വാട കോരി ചില കെണികളുമായിട്ട് ചിലർ ഒരുങ്ങി വരുന്നുണ്ട് കേട്ടോ. എന്നാൽ അവരെ തകർത്ത് നിനക്ക് ജയം തരുവാൻ ആരാ പോകുന്നതെന്നറിയാമോ? യഹോവയാം ദൈവം തന്നെ ഇറങ്ങുവാനായിട്ട് പോകുക. അത് നമുക്ക് പിന്നീട് കാണാം. എന്താ കാണുന്നത്? അതിനകത്ത് യഹോവയാം ദൈവം എന്ത് ചെയ്തു? സ്വർഗത്തിൽ നിന്ന് കല്ലെറിഞ്ഞ് ആരെ കൊന്നെന്നാ പറഞ്ഞേ? ഈ 5 രാജാക്കന്മാരെയും അവരുടെ ആ ഒരു നിവാസികൾ, രാജാക്കന്മാരെ അല്ല, അവരുടെ കൂട്ടത്തിൽ വന്നിരിക്കുന്ന ആ ശത്രുക്കളെ എന്താണ് ദൈവം അങ്ങ് കൊന്നുകളഞ്ഞു. എന്നിട്ട് ഇവിടെ എഴുതിയിരിക്കുകയാണ്, ദൈവം എന്താണ് ഇസ്രായേൽ മക്കൾ വാളിനാൽ കൊന്നതിനെ കഴിഞ്ഞും അധികം ദൈവത്തിൻ്റെ കന്മഴയാൽ ആര് വീണു? ശത്രു വീണു കഴിഞ്ഞു. അത്രയും ആൾക്കാർ അവിടെ മരിച്ചു വീണുവെന്നും. ഇതെന്തുകൊണ്ടാണ് ദൈവം അതുവരെയുള്ള ചരിത്രം എടുത്താൽ ഈ കന്മഴ അയച്ച് പിന്നെ കൊന്ന ചരിത്രമൊന്നുമില്ല. ഇവിടെ എന്താ അങ്ങനെ ചെയ്തതും? അതുവരെ ഇവർ ഒരു രാജ്യത്തോടും ഒരു രാജാക്കന്മാരോടും യുദ്ധം ചെയ്തുകൊണ്ട് വന്നതും. ഇവിടെ 5 രാജാക്കന്മാർ നിരന്ന് നിൽക്കുക. ഇവർ തകർന്നു പോകും, ഇവർ ക്ഷീണിച്ചു പോകുമെന്ന് ആർക്കറിയാം? യഹോവയാം ദൈവത്തിനറിയാം. അതുകൊണ്ട് യഹോവയാം ദൈവം എന്ത് ചെയ്തു? ഇവർ കൊന്നതിന് കഴിഞ്ഞ് കൂടുതൽ ശത്രുപാളയത്തെ ദൈവം ഡയറക്റ്റ് തകർത്ത് കഴിഞ്ഞു. എന്നിട്ട് അതിന് താഴോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾക്ക് വായിക്കുന്നുണ്ട്. എന്താ വായിക്കുന്നത്? യഹോവയാം ദൈവം തന്നെ അവർക്ക് വേണ്ടി, ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്തുവെന്നും അവിടെ കാണാം. അപ്പോൾ ഇതിനകത്ത് നിന്ന് ദൈവം പറയുന്ന ഒരു ആലോചന എന്താണെന്നറിയാവോ? യഹോവയാം ദൈവം ചില യുദ്ധങ്ങൾ ഏറ്റെടുക്കുവാനായിട്ട് പോവുക. നിന്നെ കൊണ്ട് തന്നെ പറ്റത്തില്ല കേട്ടോ, അല്ലെങ്കിൽ നമ്മളെയും കൊണ്ട് തന്നെ പറ്റത്തില്ല. ചില വൻ ശക്തികൾ നമ്മൾക്കെതിരെ എഴുന്നേൽക്കുമ്പോൾ അതിനോട് യേശുവിൻ്റെ രക്തത്താൽ ചെയ്യും. ചില വൻ ശക്തികൾ നമ്മൾക്കെതിരെ കെണികളുമായിട്ട് ചുറ്റും കൂടുമ്പോൾ അതിനെ തകർക്കുവാൻ നമ്മൾക്ക് ഒറ്റയ്ക്ക് പറ്റത്തില്ല. ഇതുവരെ നീ ഒറ്റയ്ക്ക് പോരാടി, നിന്നെ കൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കുമെന്നറിയാവോ? യഹോവയാം ദൈവം ഡയറക്റ്റ് ഇറങ്ങാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാനായിട്ട് പോവുകയാണ്. ചിലതിനെയൊക്കെ ദൈവം തകർക്കുവാനായിട്ട് പോവുകയാണ്. അങ്ങനെ ചില ജയങ്ങൾ, ചില കൂടാരങ്ങൾ, ചില വ്യക്തികൾക്ക് വേണ്ടി ദൈവം വെളിപ്പെടുത്തുവാനായിട്ട് പോവുക കേട്ടോ. ദൂത് ഏറ്റെടുക്കുന്നവർക്ക് വിടുതലാണ്. ഞാനും ഏറ്റെടുത്തു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ഇവിടെ യഹോവയാം ദൈവം തന്നെ അവർക്ക് വേണ്ടി എന്ത് ചെയ്തിരിക്കുകയാണ്? യുദ്ധം ചെയ്തിരിക്കുകയാണ്. ഇനി അതിനുശേഷം നമ്മൾക്ക് അവിടെ കാണുവാനായിട്ട്